ഹലോ, വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭിണികൾ കിടക്കേണ്ട രീതിയെക്കുറിച്ചാണ്. ഗർഭിണികൾ എങ്ങനെ കിടക്കുന്നതാണ് നല്ലത്, എങ്ങനെയാണ് കിടക്കാൻ പാടില്ലാത്തത്, കമഴ്ന്ന് കിടന്നാൽ കുഴപ്പമുണ്ടോ, മലർന്ന് ഒരുപാട് നേരം കിടന്നാൽ കുഴപ്പമുണ്ടോ, അതുപോലെ നിങ്ങളുടെ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഗർഭിണികൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ എണീറ്റ് ഇരുന്നിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കുഞ്ഞിന് ദോഷമാണ്, കുഞ്ഞിന്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ അല്ലേ. അപ്പൊ ഇതിലൊക്കെ എന്താണ് വാസ്തവം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ, അതുപോലെ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ട്രൈമസ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളതല്ല, എങ്കിലും നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ശരിയായ രീതിയിൽ കിടക്കാൻ ശീലിച്ച് തുടങ്ങിയാലേ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററോ അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററോ ഒക്കെ ആകുമ്പോഴേക്കും ശരിയായ രീതിയിൽ കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുത്തുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ കിടക്കാം, എങ്കിൽ കൂടെ പതുക്കെ ആ ശീലം, അതായത് ശരിയായ രീതിയിൽ എങ്ങനെ കിടക്കാം എന്നുള്ളത് ശീലിപ്പിച്ച് കൊണ്ടുവരുന്നത് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മുടെ യൂട്രസ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പൊസിഷനിൽ കിടന്നാലും അത് കുഞ്ഞിനെയോ യൂട്രസിനെയോ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടക്കാം എന്ന് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഫസ്റ്റ് 2 മന്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കിടക്കുകയാണെങ്കിൽ കൂടി 3rd മന്ത് മുതൽ നമുക്ക് ശരിയായ രീതിയിൽ കിടക്കാൻ വേണ്ടി ശീലിച്ചു തുടങ്ങാം. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. 4th മന്ത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ, അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ മലർന്നോ കമിഴ്ന്നോ കിടക്കുന്നത് ഒഴിവാക്കുന്നതാണ് ബെറ്റർ. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ കിടക്കാവുന്നതാണ്. എങ്കിലും ഇതിലും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് എപ്പോഴും ചെരിഞ്ഞ് കിടക്കുന്നതാണ്. പക്ഷെ എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കിടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. എങ്കിലും നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കിടക്കാൻ വേണ്ടി ശീലിക്കുക. മലർന്ന് കിടക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്രസ് മാസത്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ യൂട്രസിന്റെ വലുപ്പം അനുസരിച്ച് യൂട്രസിനുള്ള പ്രഷർ, അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട രക്തക്കുഴലുകളായിട്ടുള്ള ഇൻഫീരിയർ വീനക്കവ, അതുപോലെ അയോർട്ട, ഇവയൊക്കെ അഫക്ട് ചെയ്യുകയും തന്മൂലം കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം, അതുപോലെ ന്യൂട്രീഷന്റെ പ്രവാഹം, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ, ഇവയൊക്കെ അഫക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മലർന്ന് കിടക്കുന്നത് മാക്സിമം ഒഴിവാക്കണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ഗർഭിണികൾക്കും ആ ടൈമിൽ, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ മാക്സിമം മലർന്ന് കിടക്കാനായിരിക്കും ഇഷ്ടം അല്ലേ. പക്ഷെ നമുക്കിപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യമാണല്ലോ മെയിൻ അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ നമ്മുടെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് മാറി ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഞാൻ കുറച്ച് നേരമൊക്കെ മലർന്ന് കിടന്നു പോയി അറിയാതെ ഉറക്കത്തിലൊക്കെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണുമോ, എന്തെങ്കിലും കുഞ്ഞിനെ അഫക്ട് ചെയ്ത് കാണുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ കാര്യം വെച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരമൊക്കെ നമ്മൾ മലർന്ന് കിടന്നാലും വലിയ രീതിയിലൊന്നും അഫക്ട് ചെയ്യുന്നില്ല. ഒരു 10-15 മിനിറ്റൊക്കെ നമുക്ക് മലർന്ന് കിടക്കാം. അതിന് ഉദാഹരണമാണല്ലോ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴും അതുപോലെ PV ചെയ്യുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് നമ്മൾ മലർത്തി കിടത്തിയിട്ടാണല്ലോ നോക്കുക അല്ലേ. അങ്ങനെ കുഞ്ഞിന് കുറച്ച് നേരം മലർന്ന് കിടക്കുമ്പോഴത്തേനും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ കിടത്തിയിട്ട് ഡോക്ടേഴ്സ് ഒരിക്കലും ഇതൊന്നും ചെക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊന്നും നമ്മൾ മലർന്ന് കിടന്നു വിചാരിച്ച് പ്രശ്നമില്ല. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരമൊക്കെ മലർന്ന് കിടക്കാം. പക്ഷെ കൂടുതൽ നേരം അങ്ങനെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇനി കമിഴ്ന്ന് കിടക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും കമിഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് വയറൊക്കെ ആയിക്കഴിഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ വരുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനായിരിക്കും. കമിഴ്ന്ന് ചെറിയ അറിയാണ്ട് പോലും നമ്മൾ കിടക്കാൻ പോയാൽ തന്നെ നമ്മൾ കിടക്കില്ല. നമുക്കറിയാം വയറിൽ കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കമിഴ്ന്ന് കിടന്നത് കുഞ്ഞിന് ഭാരം കൂടും, കുഞ്ഞിന് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഒരു പ്രഗ്നന്റ് ലേഡീസും കിടക്കാത്തൊരു പൊസിഷൻ തന്നെയാണ് കമിഴ്ന്ന് കിടക്കുന്നത്. അതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളൊരു ഡൗട്ട് സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുന്നതാണ്. അതായത് ലെഫ്റ്റ് സൈഡ് എന്തുകൊണ്ട് പറ്റും, റൈറ്റ് സൈഡ് എന്തുകൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. സാധാരണ പറയുന്നത് ഏത് സൈഡാണെങ്കിലും കുഴപ്പമില്ല, അതായത് സ്ലിപ്പ് ഓൺ യുവർ സൈഡ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സൈഡാണോ ആ സൈഡിലേക്ക് കിടക്കാം എന്നാണ്. എങ്കിൽ കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. വയറ്റിലുള്ള കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഓക്സിജനും ന്യൂട്രീഷനും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കിട്ടുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോഴായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലർന്ന് കിടക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രക്തക്കുഴലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലൊക്കെ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കുമ്പോഴും കുറയുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ലിവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ വലിപ്പം, അതുപോലെ യൂട്രസിൻ്റെ വെയിറ്റും എല്ലാം കൂടെ നമ്മുടെ ലിവറിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് ലിവറിൻ്റെ പ്രവർത്തനത്തെ സാരമായി അഫക്റ്റ് ചെയ്യും. ഇത് ഇല്ലാണ്ടാക്കാനും കൂടിയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ കിടക്കുന്നതാണ് ഉചിതം എന്ന് പറയുന്നത്.
അതുപോലെ ഡൈജഷൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൂടുതലായിട്ട് ചെരിഞ്ഞെടുക്കുമ്പോൾ വന്നേക്കാം. അത് നമ്മുടെ നെഞ്ചിരിച്ചൽ കൂട്ടാനും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വലതുവശത്തേനേക്കാൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ഒരുപാട് നേരം ഇടതുവശത്തേക്ക് തന്നെ ചെരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം റൈറ്റ് സൈഡ് ചൂസ് ചെയ്യുക. മലർന്ന് കിടക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കമഴ്ന്ന് കിടക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ റൈറ്റ് സൈഡ് തന്നെയാണ്. പിന്നെ എല്ലാവരും കുറെ കേട്ടിട്ടുള്ളതും അതുപോലെ പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടുമാണ് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് മറ്റേ വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ എണീറ്റിരുന്നിട്ട് വേണോ കിടക്കാനെന്നുള്ളത്. അതുപോലെ ഇങ്ങനെ എണീറ്റിരുന്ന് കിടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് കിടക്കുമ്പോൾ എണീറ്റിരുന്ന് കിടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഗർഭിണികൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പെട്ടെന്ന് ചെരിഞ്ഞു കിടന്നു എന്ന് വെച്ചിട്ട് കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നില്ല. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് കാരണങ്ങളാണ് ഉള്ളത്. കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അമിതമായ ചലനമാണ്. അത് നമ്മുടെ കയ്യിലുള്ളതല്ല, കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അതായത് കുഞ്ഞ് അമിതമായി ചലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചലനങ്ങളിൽ ചിലപ്പോൾ കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ് കൂടും. ഇങ്ങനെയും കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊക്കിൾ കൂടിയുടെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിലും ഇത് കുഞ്ഞിന്റെ കഴുത്തിൽ പെട്ടെന്ന് ചുറ്റിത്തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞുങ്ങൾ ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ റീസൺസ് ഒക്കെയാണ് മെയിനായിട്ടും കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റാനുള്ള കാരണം. അല്ലാതെ അമ്മ എണീറ്റ് കിടന്നില്ല എന്ന് വെച്ചിട്ട് കുഞ്ഞിന്റെ കഴുത്തിൽ ഒരിക്കലും പൊക്കിൾ കൂടി ചുറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഗർഭിണി പെട്ടെന്ന് ഒരു വശത്ത് നിന്നും മറ്റു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നത് ഒഴിവാക്കണം. കാരണം പെട്ടെന്ന്, അതായത് ഒന്ന് മലർന്ന് കിടന്നതിന് ശേഷം പിന്നീട് മറ്റു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പെട്ടെന്ന് തിരിയാതെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ തിരിയാം. പിന്നെ ഗർഭിണികൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പില്ലോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പ്രഗ്നൻസി പില്ലോസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പില്ലോസ് ആണെങ്കിലും അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിടക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ അതുപോലെ ഇടുപ്പിലൊക്കെ പില്ലോസ് വെക്കുന്നത് മൂലം നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ കുറയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ വയറിന്റെ താഴ്ഭാഗത്ത് അതുപോലെ രണ്ട് കാലിന്റെ ഇടയിലായിട്ട് പില്ലോ വെക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതുവഴി നമുക്ക് പെൽവിക് പെയിൻ ഒക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡിൽ ഇരിക്കുമ്പോഴോ ബെഡിൽ നിന്ന് എണീക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യാണ്ടിരിക്കുക. പതുക്കെ കൈ കൂത്തിയിട്ട് പതുക്കെ ഇരിക്കാനും പതുക്കെ എണീക്കാനൊക്കെ ശ്രമിക്കുക. മലർന്ന് കിടന്നിട്ട് നേരെ നമ്മൾ എണീക്കാണ്ടിരിക്കുക. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് മാത്രം എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് പേടി ഉണ്ടാവും. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അറിയാതെ ഇടതുഭാഗം മാറി വലതുവശത്തേക്കോ അല്ലെങ്കിൽ മലർന്നിട്ടൊക്കെ കിടന്ന് പോകുന്നുണ്ട്. അത് ഒഴിവാക്കാൻ എന്താ ചെയ്യാന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ബാക്കിൽ മുതുകിൻ്റെ ബാക്കിലായിട്ട് ഒരു പില്ലോ വെക്കുക. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ അറിയാണ്ടാണെങ്കിലും നല്ല മലർന്ന് കിടക്കുന്നില്ല, ചെറുതായിട്ട് ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ തന്നെ അപ്പുറം കിടക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലർന്ന് കിടക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു ചെറിയ ടിൽറ്റിൽ കിടക്കുമ്പോഴും നമ്മൾ രക്തക്കുഴലിലേക്കുള്ള പ്രഷർ കുറയുന്നുണ്ട്. അതുപോലെ രാത്രി ചിലവർക്ക് പൊളിച്ചതായിട്ടില്ല ഗ്യാസ് ഇതിൻ്റെ ഒക്കെ പ്രശ്നം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ബാക്കിൽ 2-3 പില്ലോസ് വെച്ചിട്ട് നമ്മൾ ഇരിക്കുക കിടക്കുകയോ അല്ലാത്ത രീതിയിൽ ഇരിക്കുമല്ലോ, ആ സ്ലാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്നതും നല്ലതായിരിക്കും. അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് 2-3 പില്ലോസ് വെച്ചിട്ട് നമ്മൾ അതിൽ ചാരി ഇരിക്കുക, കിടക്കുന്ന രീതിയിൽ തന്നെ ചാരി ഇരിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നിലത്ത് കിടക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നിലത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. കട്ടിൽ തന്നെ കിടക്കണം നിർബന്ധമൊന്നുമില്ല. നിലത്ത് കിടക്കാം, പക്ഷെ നേരെ നിലത്ത് കിടക്കാണ്ടിരിക്കുക. അതായത് വല്ല പായോ ഷീറ്റോ ഒക്കെ വിരിച്ചിട്ട് വേണം നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിലത്ത് നിന്നുള്ള ഈർപ്പമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കട്ടിലൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ബുക്കൊക്കെ വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കാല് താഴേക്ക് തൂക്കിയിട്ടിട്ട് ഇരിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതിൽ നീര് കൂടാനൊക്കെ ഇത് കാരണമായേക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഗർഭിണികളുടെ സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ തീരെ മലർന്ന് കിടക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കുക. കാരണം മലർന്ന് കിടക്കുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം ലെഫ്റ്റ് സൈഡ് തന്നെ ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടി നോക്കുക. പില്ലോസൊക്കെ യൂസ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക. ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ എണീറ്റ് ഇരുന്ന് കിടന്നില്ല എന്ന് വെച്ച് കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റുന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ വെറും മിത്ത് മാത്രമാണ്. പക്ഷെ നമ്മൾ ഒറ്റ അടിക്ക് തിരിഞ്ഞ് കിടക്കാതെ പതുക്കെ റിലാക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്